വെൽക്കം ബാക്ക് ടു ഡിമോഷനാണ്. അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ കഴിഞ്ഞിട്ട് എനിക്ക് കണ്ടൻറ്റ് ഇപ്പോൾ കിട്ടാനധികം ഇപ്പം ഇത് കുക്കിംഗ് വീഡിയോ ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിനങ്ങോട്ട് ഓവറായിട്ട് കുക്കിംഗ് എന്നോ, കാരണം ഇത് ഓവറായിട്ട് സ്റ്റൗ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ഉപ്പ് മുളകൊക്കെ തിന്നാൻ തോന്നിയാൽ ബട്ട് ഉപ്പ് മാങ്ങയുടെ ഒന്നും ആ സീസൺ അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ട്രൈ ആക്കാം. ഫസ്റ്റ് നമുക്ക് ബോയിൽ ചെയ്തെടുക്കുക. എഗ്ഗ് നല്ലപോലെ വെന്ത് സെറ്റപ്പാക്കി എടുക്കുക. ബോയിൽ ചെയ്തെടുത്തിട്ട് അത് ചൂടുണ്ട്, ബോയിൽ ചെയ്തിട്ട് പിന്നെ നല്ല തണുപ്പുണ്ടാവില്ല. നമുക്കിതിനെ പൊട്ടിച്ചെടുക്കല്ലേ സോറി, ഇതിൻ്റെ ഷെല്ല് കളഞ്ഞെടുക്കുക. അയ്യോ പൊട്ടിപ്പോയി അറിയാതെ നമ്മൾ ഒരു പാത്രം എന്തെങ്കിലും എടുത്തിട്ട് അതിലോട്ട് നമുക്ക് പൊട്ടിച്ച് തൊലിയൊക്കെ കളയണം. എന്നിട്ട് നമുക്കില്ലേ, നിങ്ങൾക്കിപ്പോൾ ഉപ്പുമുളകൊക്കെ കഴിക്കാൻ തോന്നും. എന്നെ സംബന്ധിച്ചിടത്തോളം മാങ്ങ, നെല്ലിക്ക അങ്ങനത്തെ ഉപ്പിലിട്ടതും പിന്നെ പുളി എരിവ് എനിക്ക് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു ഫാൻ എന്നൊക്കെ പറയാൻ പറ്റും. കാരണം നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് എന്തെങ്കിലും അച്ചാറ് എന്തെങ്കിലും കിട്ടും. പക്ഷെ ഇവിടെ ആകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും കിട്ടാനില്ല. പിന്നെ മാങ്ങയൊക്കെ ഇവിടെ ഗോൾഡിൻ്റെ റേറ്റ് വരുന്നതുകൊണ്ടൊക്കെ തന്നെ അത്. പിന്നെ നമുക്ക് മാങ്ങ, ഇവിടുത്തെ മാങ്ങ നല്ല പഴുത്ത മാങ്ങയാണ്, പച്ച മാങ്ങയൊന്നും കിട്ടില്ല. അപ്പം നമ്മളെന്ത് ചെയ്യാം, ഈ ഒരു സംഭവം ഞാൻ ഈ എടുക്കാട്ടോ ഈ സാധനം കണ്ടത്, യൂട്യൂബിലൊന്നല്ല കണ്ടത്, ഞാൻ ജസ്റ്റ് ട്രൈ ആക്കിയതാണ്. പിന്നെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാനിതിന് അഡിക്റ്റായിപ്പോയി. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി ഫുൾ അഡിക്റ്റായിപ്പോയി. ഈ ഒരു സ്പെഷ്യൽ എന്തിന് പേരൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് പേരൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ട്രൈ പാത്രത്തിലോട്ട് നമുക്ക് നമ്മുടെ എഗ്സ് ഇങ്ങനെ മാറ്റി വയ്ക്കാം. പെർഫെക്റ്റ്. ഇനിയാണ് മക്കളെ സീൻ സാധനം. ആർക്കും ട്രൈ ആക്കിക്കണം എനിക്കറിയില്ല. ഇനി ഞാൻ മാത്രമാണ് അത് ലാസ്റ്റ് ട്രൈ ആക്കണം. അങ്ങനെ വരാനില്ല. സോ നമുക്ക് ഇതിനെ വേണ്ടത് നല്ല സ്പൈസി ചില്ലി പൗഡർ. ഇത് കാശ്മീരി അല്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിരിക്കണം. സാധാ സ്പൈസി പൗഡറാണ്. അപ്പോൾ ഇതിന് നമുക്ക് അളവ് അങ്ങനെ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക. കാരണം ഞാൻ പറയാം, നിങ്ങൾക്ക് പ്ലേറ്റ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഐ ഹാവ് ടു മേക്ക് മൈ യെസ്. ഈ ഒരു പ്ലേറ്റിൽ ഞങ്ങൾക്ക് മുളകുപൊടി ഇട്ടിടേ. മുളകടി സീനാട്ടോ. കുട്ടികൾ ട്രൈ ആക്കുമ്പോൾ ഇത്രയൊന്നും മുളകുപൊടി ഇടരുത് ഒരിക്കലും. ഞാൻ ഇപ്പോൾ 4 മുട്ട എടുത്തിരിക്കുന്നത് കൂടി യെസ്. അപ്പോൾ ചില്ലി പൗഡറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഉപ്പ്. ഇങ്ങനെ ശബ്ദം വരാൻ എൻ്റെ കയ്യിൽ നഗില്ല. ആരും നഗം എന്നെ പോലെ കടിക്കരുത് ഗൈസ്. കടിച്ചൊന്നും ഉണ്ടാവില്ല, നഖം ഉണ്ടാവില്ല. ഉപ്പ് കൂടരുത്. ഉപ്പ് കൂടിയ പിന്നെ ഒന്നും പറ്റില്ല. ഇനി നമുക്കിതിനെ നന്നായിട്ട് മീനിൻ്റെ മസാലല്ലേ, മീനിന് വയ്ക്കുന്ന പോലെ നമുക്കിതിനെ സെറ്റപ്പ് ആക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് കുറച്ച് വെള്ളത്തിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. പക്ഷെ നമ്മൾ മീനിൽ ഇങ്ങനെ ആക്കിയിട്ട് നന്നായി പുളിയുടെ വെള്ളം ചേർക്കല്. നമുക്ക് പുളിയുടെ വെള്ളമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് സെറ്റപ്പാക്കി എടുക്കാം. ഇത് കഴിഞ്ഞിട്ടൊരു ഇതൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു ചുട്ട് മേറലുണ്ട് കൈ. അതെനിക്ക് സ്ഥിര പതിവാണ്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ശീലം നമ്മൾ പറയില്ലേ, ആ ഒരു സംഭവമാണ്. വെള്ളം ആഡ് ചെയ്തിട്ട് ഈ ഒരു മിക്സ്ചറല്ല വേണ്ട, നമുക്കൊരു ക്രീമി മിക്സ്ചറാണ് വേണ്ടത് കേട്ടോ. നല്ല പണി. സോ ഗൈസ്, ഇതിന് റെക്കോർഡ് കൊടുക്കാൻ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അതായിരുന്നു എൻ്റെ ഫോൺ എന്തോ ഇതായിപ്പോയി, ശബ്ദം ഇതായിപ്പോയി. നമ്മൾ മസാല നല്ല മിക്സാക്കാം. പിന്നെ ഇങ്ങനെ മിക്സാക്കുന്ന ടൈമിൽ നെറുക്കായി ചുട്ടുന്നത് അത് സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കണം, അത് മെയിനാണ്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടറിയാലും ഉപ്പുണ്ട് എന്ന്. നിങ്ങൾ വേറൊന്നും വിചാരിക്കണ്ട കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. മുളക് പൊടി അങ്ങോട്ട് ഡയറക്റ്റ് വായിൽ എന്തായിരിക്കും എഫക്റ്റ്, അതാണ് എൻ്റെ മുഖത്തിലുണ്ടായിരുന്നൊരു ഇത്. നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കണം. കുറച്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് സെറ്റപ്പ് ആക്കണം. എൻ്റെ കയ്യിൽ എന്തോ ഒരു സംഭവങ്ങൾ എന്തോ കളയുന്നതല്ല ഫീൽ ചെയ്തേ. ഞാൻ കൈ കഴുകാൻ വേണ്ടി പോയതാണ്. അതിൽ കയ്യിൽ കുറച്ച് മുളക് പൊടി ഉണ്ട്, അത് ഞാൻ വേസ്റ്റ് ബാക്കിൽ ഇട്ടതാണ്. ഓക്കെ, സോ കൈ നന്നായി വാഷ് ചെയ്യണം. പ്രത്യേകിച്ച് എന്നെപ്പോലെ കുട്ടികൾ എനിക്ക് തോന്നിയില്ല ആരെങ്കിലും എന്നെപ്പോലെ കണ്ടിട്ട് ഒന്ന് ചെയ്യുമെന്നും എനിക്കൊരു തോന്നലുമില്ല. അപ്പോൾ നമ്മൾ എഗ്ഗ് ഇനി നമുക്ക് കത്തി എടുക്കുക. വലിയ കത്തി എടുക്കാവുന്നവർക്ക് എടുക്കാം.
ഞാൻ വലിയ കത്തി കേട്ടോ എന്തിനും യൂസ് ആക്കൽ, എന്തിനും ഏതിനും വലിയ കത്തിയാണ് യൂസ് ആക്കൽ. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് കത്തി. അപ്പോൾ ഇങ്ങനെ മുറിക്കേണ്ട പാറ്റേൺ നിങ്ങൾക്ക് നോക്കിയങ്ങ് മനസ്സിലാവും. കയ്യിൽ വെച്ച് മുറിക്കാതെ നോക്കുക. ഞാൻ അങ്ങനെയാണ് എഗ്ഗ് മുറിക്കൽ കേട്ടോ. എനിക്കങ്ങനെ ശീലമായിപ്പോയി. പിന്നെ കുട്ടികളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അമ്മമാരൊക്കെ പിന്നെ പ്രോ മാക്സ് ആണ് അവർ അല്ലേ. സാമ്പാറിലൊക്കെ ഇങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുക. അപ്പോൾ അമ്മമാർക്കൊന്നും ഇത് വിഷയമല്ല. ഞാനിത് റെക്കോർഡ് കൊടുക്കാൻ കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ എൻ്റെ ക്യാമറയുടെ എന്തോ ഒരു സംഭവം പറ്റിപ്പോയി. ബാക്കി ക്ലിപ്പൊന്നും ഒരു കുഴപ്പമില്ല. ഈ ഒരു ക്ലിപ്പിൽ മാത്രമാണ് പ്രശ്നം എന്താ പറ്റിയത്. ശബ്ദം വരുന്നില്ല. ഞാൻ എന്താ പറയുന്നത് ആ ശബ്ദം വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു റെക്കോർഡ് ചെയ്യാമെന്ന്. സോ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിടേണ്ടത്. ഇതിൻ്റെ ഒരു ക്ലിപ്പും കൂടി ഉണ്ട്, അത് വേറൊരു ക്ലിപ്പും കൂടി ഉണ്ട്. അത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയി ഗൈസ്. ഇതിൻ്റെ ഒരു ക്ലിപ്പും കൂടി ഉണ്ട്, അത് എൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയായിട്ട് ഡിലീറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ആക്കി വെച്ച മസാല ഇടുകയാണെന്നുള്ളൂ കേട്ടോ. എമ്മയുണ്ട്, മസ്റ്റ് ട്രൈ ഗൈസ്. ഇതറിയാതെ പൊട്ടിപ്പോയതാണ്. ഈ സാധനം അപ്പോൾ അതൊക്കെ കൊണ്ടേ കൊടുക്കാം, എനിക്കൊട്ട് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ മസ്റ്റ് ട്രൈ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.